ഗുഡ് മോർണിംഗ്, വെൽക്കം ടു FTT Family Travel Trails. ഇന്ന് നമ്മുടെ യാത്രയുടെ ലാസ്റ്റ് ഡേ ആണ്, 33-ാം ദിവസം. നമ്മൾ ബാംഗ്ലൂർ ആൻസിയുടെ വീട്ടിലായിരുന്നല്ലോ ഇന്നലെ. രാത്രി കുറേ പാട്ടും വർത്താനമൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് 1:30 കിടന്നപ്പോൾ പിന്നെ റിലാക്സ് ചെയ്ത് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെയും വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് സമയം 12:30 ആയി. ബാംഗ്ലൂർ ഔട്ടറിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി. ഞങ്ങളങ്ങനെ നീങ്ങുമ്പോഴേക്കും നല്ല ബ്ലോക്ക് ഉണ്ട്. എന്തോ എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ട്. സ്കൂൾസാണ്, സൺഡേ ആണ്, പക്ഷെ എന്തെങ്കിലും എക്സാംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുട്ടികൾ യൂണിഫോമിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറാനുള്ളൊരു ക്യൂ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഹൈവേയിലെത്തും. അപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ എടുക്കുന്നു? 9 hours ആണ് കാണിക്കണത്. എന്തായാലും 8 മണിക്കൂറിലൊക്കെ എത്തേണ്ടതാണ് അല്ലേ? സൺഡേ ട്രാഫിക് ഉണ്ടെങ്കിൽ. പിന്നെ ഡീസലിന്റെ പ്രശ്നമുള്ള സ്ഥിതിക്ക് വണ്ടികളും ചിലപ്പോൾ കുറവായിരിക്കാം. നമുക്കിപ്പോൾ കറക്റ്റ് വീട്ടിലെത്താനുള്ള ഡീസൽ ഉണ്ട് 460 റേഞ്ച് ഉണ്ട്. നമുക്ക് വീട്ടിലേക്ക് 463. ഓ, അപ്പൊ എന്തായാലും 500 റേഞ്ച് കിട്ടും നമുക്കൊന്ന് വിചാരിക്കുക. ഹോംവേർഡ് ജേർണി യാത്ര അവസാനത്തെ യാത്രയാണ് അല്ല പറയാ ഈ ട്രിപ്പിലെ അവസാനത്തെ ലാസ്റ്റ് ഡേ. റീച്ചിങ് ഹോം. നേരെ ചെന്ന് അമ്മച്ചിയുടെ അടുത്തേക്ക് എത്തണം, എന്നിട്ട് എറ്റിനോടേക്ക് പോകണം. അപ്പോൾ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഗോയിങ് ബാക്ക് ഹോം. ബാംഗ്ലൂർ ടു തൃശ്ശൂർ ഡ്രൈവ് എന്ന് പറയുന്നത് എപ്പോഴും രസമുള്ളതാണല്ലോ. NH44 സേലം വരെ, അത് കഴിഞ്ഞാൽ NH544 തൃശ്ശൂർ വരെ. അടിപൊളി റോഡ്. NH44 ഈ ഏരിയയിൽ ഭയങ്കര ഒരു പച്ചപ്പും നല്ല മല്ലിമരങ്ങളും പൂക്കളും ഒക്കെ ആയിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സീനിക് ഡ്രൈവ് തന്നെയാണ്. ധർമ്മപുരി തോപ്പൂർ മേഖല ഈ ഘാട്ട് ഏരിയ കാരണം ഭയങ്കര ഒരു കാടിൻ്റെ ഫീലാണ്. നല്ല പച്ച മരങ്ങൾ ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുകയാണ്. പച്ചപ്പ് കണ്ട് കുളിർന്നു. അങ്ങനെ കുളിർന്നു വരുമ്പോഴേക്കും അത്യാവശ്യം ബ്ലോക്കായി. കാരണം ബ്ലോക്ക് എന്ന് പറയാനില്ല, ഒരു വശം അങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ് ഹെവി വെഹിക്കിൾസിനെയൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റ ലൈനിൽ കടത്തി വിടുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ തോപ്പൂർ ധർമ്മപുരി റോഡ് വളരെ അപകട മേഖലയാണല്ലോ, ഒരു ബ്ലാക്ക് സ്പോട്ട്. തമിഴ്നാട്ടിൽ മാത്രമല്ല, നമ്മുടെ മൊത്തം ഹൈവേകളിൽ തന്നെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് സ്പോട്ടാണിത്. ഇറക്കവും വളവുകളും കാരണം ഇവിടെ ഇങ്ങനെ പല വാഹനങ്ങൾ കൂട്ടിയിടിച്ചിട്ടുണ്ടാവുന്ന മൾട്ടിപ്പിൾ പൈലപ്പുകൾ വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിന് വളവ് നീർത്തൊരു എലവേറ്റഡ് 6 ലൈൻ ഹൈവേ ആക്കാനുള്ള പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടായിരുന്നു. പണി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. 1 മാസത്തിലധികമായില്ല. ഇല്ല, കഴിഞ്ഞിട്ടില്ല. അത് ആ പടങ്ങൾ അവിടെ ഉണ്ട്. ഈ അപകടങ്ങളുടെ പടങ്ങളൊക്കെ എല്ലാ സൈഡിലും പ്രിക്കോഷനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 30 ആണ് മാക്സിമം സ്പീഡ്, 30, 20 അങ്ങനെയൊക്കെ. ഏത് ഗിയർ ഇടണം എന്ന് വരെ യൂസ് ചെയ്യുക, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ കാണാം. റോഡിൽ മുഴുവൻ ഇങ്ങനെ റെഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും അപകടങ്ങൾക്ക് കുറവൊന്നുമില്ല. ഇപ്പം കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് പോലും ഒരുപാട് 4-5 ട്രക്കുകൾ ഒരുമിച്ച് കൂട്ടിയിടിക്കുന്ന തരത്തിലുള്ള അപകടങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ അപകടങ്ങളുടെ മെയിൻ കാരണം ബ്രേക്ക് ഫെയിലിയറും ന്യൂട്രൽ ഡ്രൈവിംഗും ഒക്കെയാണ്. പിന്നെ ഓവർ സ്പീഡും ഉണ്ട്. കാരണം റോഡ് ഇങ്ങനെ വീതിയിൽ കിടക്കാണല്ലോ, വളവാണ് ഇറക്കാണെന്നൊന്നും ചിലർക്ക് മനസ്സിലാവുണ്ടാവില്ല. എന്തായാലും ഇത് അപകടങ്ങൾ മാറ്റി ഈ ബ്ലാക്ക് സ്പോട്ടിനെ ഫുള്ളി റെഡ് ഇങ്ങനെ ലൈൻ ഇട്ടിരിക്കുകയാണ് റോഡ് മുഴുവൻ. ഇത് മാറ്റാനായിട്ട് ഒരു 900 കോടിയുടെ പ്രോജക്റ്റാണ് ഇപ്പോൾ നടക്കുന്നത്. 6.5 കിലോമീറ്റർ നീളത്തിൽ 6 ലൈൻ എലവേറ്റഡ് ഹൈവേ. അതോടുകൂടി അടിപൊളിയാവും. ഒന്നും കൂടി അടിപൊളിയാവും ഇങ്ങോട്ട് വരുമ്പോൾ. പണിതാ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോഴും ദേ വണ്ടി ഇടിച്ച് കിടക്കണതും കാണാം. എന്താല്ലേ റോഡ് അതിലേ എങ്ങനെ ഇനി പോവും, വളവ് നീർന്ന്. നല്ല കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ ഈസ്റ്റേൺ ഗട്ട്സ് ഇങ്ങനെ കണ്ടു വരികയായിരുന്നു. ഇനിയിപ്പോൾ സേലം അടുക്കും തോറും കൂടുതൽ മലനിരകൾ കാണുന്നു. നമ്മുടെ പച്ച പുതച്ച മലകൾ, ഷെവ്രോയ് മലനിരകൾ, അങ്ങനെ കർണാടകത്തിന്റെ കല്ലുമലകൾക്ക് കഴിഞ്ഞിട്ട് ഈ പച്ചപ്പ് നിറഞ്ഞ മലകൾ. പിന്നെ ഇവിടെ പ്രീ മൺസൂൺ റെയിനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ചൂടിൽ കരിഞ്ഞു കിടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ് കിടക്കുമായിരുന്നു. ഓ, വി മിസ് ദിസ് ഗ്രീൻ. ഓ,
സമയം 4 മണി, നല്ല വിശപ്പുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ 1-2 ഹോട്ടലുകൾ കയറി ഇറങ്ങി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഭക്ഷണമൊക്കെ ഉണ്ട്, എവിടെയും AC ഇടുന്നില്ല. നല്ല ചൂടുണ്ട്, പച്ചപ്പൊക്കെ ഉണ്ടെങ്കിലും നല്ല ചൂടാണ്. അപ്പോൾ 4ാമത്തെ കഴിഞ്ഞ് നമ്മൾ 5ാമത്തെ സ്ഥലത്ത് വന്നു. ഇനി എന്തായാലും തപ്പാൻ വയ്യ, എവിടെയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. ഇലയിൽ ഊണ്. തമിഴ്നാട് മീൽസ് കഴിക്കാനാ ഇരിക്കണേ. ഒരു 5 സ്ഥലത്ത് കയറി, എവിടെയും AC ഓൺ ചെയ്തിട്ടില്ല. പക്ഷേ 5ാമത്തെ സ്ഥലത്ത് നമ്മൾ ഉറപ്പിച്ചു ഇനി എന്തെങ്കിലും കഴിക്കാണ്ട് പറ്റില്ല, 4 മണിയായി. അപ്പം മീൽസും ചപ്പാത്തിയും കഴിക്കാം. പ്യുവർ വെജ് റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ ഇതവിടെ ഡിസ്പ്ലേ ചെയ്ത ചില സാധനങ്ങൾ വളരെ സ്ട്രേഞ്ച് ആണ്. വെജ് ഫിഷ്, വെജ് മട്ടൺ, വെജ് ചിക്കൻ. ഞാൻ കൗണ്ടറിൽ ചോദിച്ചത് എന്താ സംഭവം. അപ്പോൾ അത് ആ ടേസ്റ്റിലും ആ ലുക്കിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വെജുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്താണിത്, അവർക്കിത് കഴിക്കണമെങ്കിൽ നേരിട്ട് ഈ സംഭവം തന്നെ കഴിച്ചുകൂടെ? ഇതിനെ ഹയറാർക്കി വെച്ചിട്ട് വെജ് നല്ലതാണെന്നും നോൺ വെജ് മോശമാണെന്നൊക്കെ ഇങ്ങനെ ചുമ്മാ സോഷ്യൽ കണ്ടീഷനിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വായക്കോടെ ഇങ്ങനെ പോണതൊക്കെ അത് പുറത്തേക്ക് പൊക്കോളും. ഹിറ്റ്ലർ വെജിറ്റേറിയൻ ആയിരുന്നു, മറക്കരുത്. ഭക്ഷണം കഴിഞ്ഞ് നീങ്ങിയപ്പോൾ കുറച്ചു നേരം പപ്പയ്ക്ക് വളയം കിട്ടി. എനിക്കിനി എപ്പോഴാണാവോ കിട്ടുക? ചുമ തുടങ്ങിയതിന് ശേഷം കിട്ടിയിട്ടേ ഇല്ല. അങ്ങനെ ലാസ്റ്റ് ഹോട്ടൽ ഭക്ഷണം കഴിഞ്ഞു യാത്രയിലെ. ലാസ്റ്റ് ലഞ്ച് ഇനി വീട്ടിൽ നിന്നല്ല കഴിക്കുക, ഇനി നാളെ തൊട്ട് വീട്ടിലുണ്ടാക്കും വേണം. പണിയായി. ലാസ്റ്റ് ഞാനും പപ്പയും മീൽസാണ് കഴിച്ചത്, തമിഴ്നാട് മീൽസ്. തങ്കും മമ്മിയും ചപ്പാത്തി ചില്ലി ഗോബി. ഒരു സുമാറായില്ല, അങ്ങനെയും ഒരു കറി സുമാറാവില്ല. പ്യൂർ വെജ് റെസ്റ്റോറൻ്റ് അല്ലേ. ചില്ലി ഗോബി വല്ല ദീപ്തിയോ പാർവതിയോ അവരൊക്കെ ആവും. സുമാർ മുസ്ലിം അല്ലേ? നോർത്ത് ഇന്ത്യ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹിന്ദു മുസ്ലിം ചിന്തകളൊക്കെ പെട്ടെന്ന് വരും കേട്ടോ. പപ്പ സേലം തൊട്ട് കോയമ്പത്തൂർ വരെ പപ്പയായിരിക്കും ഓടിക്കുക. കാരണം കോയമ്പത്തൂർ നമ്മളെത്തുമ്പോൾ ഒരു സമയമാവും, ഒരു പീക്ക് സമയത്ത് നമ്മളെത്തുക. അപ്പോൾ മറ്റേ LNT റൂട്ടിൽ ആ സിംഗിൾ ലൈൻ ട്രാഫിക്കിൽ അതും കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് എത്തണ വരെ കുറച്ചധികം ദൂരം സമയമുണ്ട്. ആ സമയത്ത് ഞാൻ ഓടിക്കും. ഇപ്പോൾ നല്ല സുന്ദരമായ ഹൈവേ അപ്പോൾ ഓടിക്കും. തിരക്കുണ്ട് സേലത്തേക്ക് എത്തണല്ലോ. സേലത്തേക്ക് നമ്മൾ ബട്ടർഫ്ലൈ ബ്രിഡ്ജ് ഒന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. പിന്നെ നേരെ കോയമ്പത്തൂർ വരെ പീസ്ഫുൾ വഴിയാണ്. അപ്പം ഞാൻ സേലം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ ഒന്ന് 10 മിനിറ്റ് ഒന്ന് കിടന്നോ? 10 മിനിറ്റ് അല്ലേ, കിടക്കാൻ 2 മണിക്കൂറുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവാ. രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ, ബാംഗ്ലൂർ പട്ടണത്തിൽ അലിഞ്ഞിറക്കല്ലായിരുന്നേ. ഇന്നലെ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ എത്തിയപ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ ലേറ്റായി, കഴിഞ്ഞിട്ടപ്പോൾ നേരത്തെ. എനിക്ക് നേരത്തെ നീ ഉറങ്ങിയാന്ന് തോന്നുന്നു. 5:45 മിനിറ്റ് 5:45 ബാത്റൂം പോയി കിടന്ന് ഉറങ്ങി. നമ്മളങ്ങനെ ഒന്നായി ലോകം കണ്ടു, ഒന്നായി ഒരു കാലം അങ്ങനെ കഴിഞ്ഞു പോവാണല്ലേ. സൂര്യാംശൂരോവയൽ പൂവിലും വൈരം പതിക്കുന്നു. സൂര്യാംശൂരോ
പൂക്കുന്നു. മണ്ണിന്റെ പ്രാർത്ഥനാലാവണ്യമായി പിന്നിന്റെ ആശംസയായി പിന്നിന്റെ ആശംസ. ഇടിമിന്നലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മഴ പെയ്യും തോന്നണേ. മഴക്കാറുണ്ട്. പെയ്തെങ്ങനെ കുളിരട്ടെ. മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ. മഴ തുടങ്ങി. മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും വെൺശങ്കിലെ ലയഗാന്ധർവമായി നീ എൻ്റെ സാരംഗിയിൽ ഇരളിടും നാണത്തിൻ തേൻ തുള്ളിയായി കതിരിടും മോഹത്തിൻ പൊന്നോളമായി. അപ്പോ കാലാവസ്ഥ പെട്ടെന്ന് മാറി അല്ലേ? തേറ്റൂത്തി അവിടെ പൊരിഞ്ഞ മഴ. ആ, നമ്മള് ഈ പൊടിയും ചൂടിൻ്റെ ഉള്ളിന്നേ ഞങ്ങള് 2 ദിവസം കൊണ്ട് പെട്ടെന്ന് ഇതിലേക്ക് വന്നു. അപ്പോ നമുക്ക് ഇനി 6:30 കൃത്യം 6:30. പക്ഷേ നമുക്കൊരു 4 മണിക്കൂർ കാണിക്കുന്നുണ്ട്. പെരുന്തുറ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ നല്ല ബ്ലോക്കാണ്. സൺഡേ വൈകുന്നേരത്തിന്റെ ഒരു തിരക്ക് നന്നായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മഴ വന്നേണല്ലോ. അപ്പോൾ ആൾക്കാർ മുഴുവൻ ആകെ സ്റ്റക്കായ പോലെയുണ്ട്. ബൈക്കുകളൊക്കെ നനഞ്ഞ് കുതിർന്ന് ഇങ്ങനെ പിള്ളേരെയൊക്കെ തുണിയിട്ട് പൊതിഞ്ഞിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം സമയം എടുക്കും. നമ്മൾ 10-10:30 കഴിയും വീട്ടിലെത്തുമ്പോൾ എന്നാണ് തോന്നുന്നത്. നമ്മൾ ബാംഗ്ലൂർ ഇങ്ങനെ സുഖം പിടിച്ചിരുന്നിട്ട് ഇറങ്ങാൻ വൈകിയല്ലോ. ഓസ്റ്റിൻ്റെ സുഖമായി പുതച്ച് മൂടി എടുക്കാണ്. കുറച്ച് അവൻ തന്നെ ഓടിക്കേണ്ടി വരും. കാരണം കോയമ്പത്തൂർ നല്ല ഈ LNT റോഡ് ഭയങ്കര കൺജസ്റ്റഡ് ആണ്. പിന്നെ രാത്രിയും കൂടിയാകുമ്പോൾ പിന്നെ അവനെ ഓടിക്കൂ. അങ്ങനെ അവനൊരു വശയുണ്ടല്ലോ. ലാസ്റ്റ് ലാപ്പ് അവൻ തന്നെ എടുക്കണം. അപ്പോ എത്തുമ്പെത്തട്ടെ. എന്തായാലും നമ്മുടെ റോഡ് ട്രിപ്പ് ഒന്ന് കഴിയാണ്. അപ്പോൾ പരമാവധി റോഡിൽ വെച്ചിട്ട് ബ്ലോക്കിലൊന്നും വിടണ്ട അല്ലേ? ബ്ലോക്കൊന്നും വേണ്ട. സന്തോഷമായിട്ട് ഇങ്ങനെ ഒഴുകി പോയിട്ട് ഇങ്ങനെ വീട്ടിലെത്തണം. പെരുന്തുറൈ കഴിഞ്ഞ് പെരുമാനല്ലൂർ ആണിപ്പോൾ അവിനാശിക്ക് മുന്നുള്ള സ്ഥലം. നല്ല ബ്ലോക്കാണ് പെരുന്തുറൈ തൊട്ട്. ഇവിടെ ഇപ്പോൾ ഭയങ്കര ടൈറ്റായി. എത്ര സമയമായി എന്നറിയോ? 1 മണിക്കൂറോളം നമ്മുടെ മൊത്തത്തിൽ പോയിട്ടുണ്ട്. വശക്കേടായി നോണേ ഹോസ്റ്റൻ. പെട്ടെന്ന് ഇങ്ങനെ മഴയും കൂടിയായപ്പോൾ ബൈക്കുകാരും ഒക്കെ ഇങ്ങനെ ഭയങ്കര ഓട്ടപ്പാച്ചിലായി. ആകെ ആൾക്കാരുടെ അവസ്ഥകൾ മുഴുവൻ മാറി. ഒരുമാതിരി ബ്ലോക്ക് കഴിഞ്ഞ് അങ്ങോട്ട് കടന്നു. പക്ഷേ എന്നാലും മൊത്തത്തിൽ നല്ല തിരക്കാണ്. സൺഡേ നൈറ്റ് ആണല്ലോ. LNT റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നല്ല ട്രാഫിക്കാണ്. കാരണം വിചാരിച്ച പോലെ അങ്ങോട്ട് വിചാരിച്ച അത്ര സമയത്ത് നമ്മൾ എത്തുന്നു തോന്നണില്ല. വെൽക്കം ടു പെനാൽറ്റി അല്ല, വെൽക്കം ടു പെനാൽറ്റി അല്ലേ, വെൽക്കം ടു കേരള ടു ലെഫ്റ്റ് ലൈൻ പെനാൽറ്റി 1000. വെൽക്കം ടു കേരള. വെൽക്കം ടു കേരള. കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തിൽ കടന്നു. മാമലകൾക്ക് പുറത്ത് മലകൾ കട്ടുകൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്.
മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. എങ്ങനെയുണ്ട് ഹോസ്റ്റിയെ? യെസ്. അങ്ങനെ നമ്മൾ ഇന്ത്യൻ പര്യടനം 2ാം ഭാഗം വിജയകരമായി പൂർത്തിയാക്കി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയൊരു 2 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ ഇപ്പോ നല്ല വഴിയാ, പക്ഷെ ഇനി പേടിക്കണം, ഇനി ക്യാമറ പേടിക്കണം. അതെ അതെ വെൽക്കം ടു പെനാൽറ്റി എന്ന് പറഞ്ഞു പോയത് അല്ലേ, അതുകൊണ്ടാണ്. കേരള കീപ് ടു ലെഫ്റ്റ് ലൈൻ ഓർ പെനാൽറ്റി ആയിരുന്നു. അങ്ങനെയാണ് നമ്മളെ സ്വാഗതം ചെയ്തത് തന്നെ. ക്യാമറകൾ ഇതുവരെ നമ്മൾ ക്യാമറ ഇല്ലാതെ ഉള്ള വളയമില്ലാത്ത ചാട്ടമായിരുന്നു. ഇനി നമ്മൾ നോക്കി കേരളത്തിന്റെ വഴി കൊള്ളാം. ഈ കേരളത്തിന്റെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വഴി അടിപൊളിയാണ്. അതെ അതെ. പാലക്കാട് ഹൈവേ ഭയങ്കര നല്ല സ്മൂത്ത്, പിന്നെ ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല തട്ടിപ്പാണ്. എത്ര നാളായി നമ്മൾ പോയിട്ട്? 33ാം ദിവസാണ്. നമ്മുടെ മണ്ണിന്റെ മണം ചില്ലൊക്കെ തുറന്നിട്ട് ആസ്വദിച്ച് 28 ഡിഗ്രിയാണ് സെൽഷ്യസ്. പൊടിയൊന്നും ഇല്ലാത്ത നല്ല പച്ച മരങ്ങളുടെ ഇടയിലൂടെ ഓടുന്ന. അത് രാത്രിയൊന്നും കാണാൻ പറ്റുന്നില്ല. കഴിഞ്ഞ തവണ നമ്മൾ തിരിച്ചെത്തിയപ്പോ ഒരു 5 മണിക്കൊക്കെ തിരിച്ചെത്തി, 4 മണിയൊക്കെ തിരിച്ചെത്തി. മഴ പെയ്ത് നല്ല തണുപ്പ് കുളിർന്ന കാരണം നല്ല ക്ലൈമറ്റ് ആണ്. നല്ല കപ്പയുടെ മണമൊക്കെ വരുന്നുണ്ട്. കപ്പയും ബീഫൊക്കെ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ കപ്പയുടെ മണം, ബീഫിന്റെ മണം. പക്ഷെ ഇങ്ങനെ എല്ലായിടത്തും പോയിട്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ കേരളത്തിൽ മാത്രം ബീഫൊക്കെ കിട്ടുമെന്ന് പറയുമ്പോ വേറൊരു പ്രത്യേക കുളിരാണ് അല്ലേ. വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത നമ്മൾ ചെയ്യണുണ്ടല്ലോ. ഒരു സ്റ്റേറ്റ് മൊത്തത്തിൽ ബീഫ് കുഴപ്പമില്ല, മറ്റവിടത്തൊക്കെ എവിടെയെങ്കിലും ഒരു കുഞ്ഞു സ്ഥലത്ത് കൊടുക്കും, ആരും അറിയാണ്ട് എന്നിട്ട് തന്നെ ഒരു പ്രശ്നമില്ലാണ്ട് ഒരു സ്റ്റേറ്റ് മൊത്തം സൂപ്പറായിട്ട് ബീഫ് തന്നോണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമുക്ക്. പിന്നെ അതുപോലെ പേടിയില്ലാത്തൊരു സ്വഭാവം പോലെയാണ് നമ്മള്. ഒരു കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ നീതി ആയോഗിന്റെ തുടങ്ങിയ എല്ലാ സൂചികകളിലും കേരളം മുന്നിട്ട് നിൽക്കുന്നത് എന്താന്നുള്ളത് നമുക്ക് ശരിക്കും തങ്കുവാ. ഒരു ഡിഗ്രി സ്റ്റുഡന്റ് അല്ലേ, അറിയില്ലേ? നീതി ആയോഗിന്റെ സൂചികയില് ഇന്ത്യയില് കേരളമാണ് ഓവറോൾ ഡെവലപ്മെന്റിലൊക്കെ മുന്നിൽ നിന്ന് അറിയില്ലേ? അതിന്റെ കാരണങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയില്ലേ? അതാണ്. അപ്പോ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ പര്യടനം 65 ദിവസം 2 തവണയായിട്ട് 65 days ഓൾ ടുഗദർ. ഈ 2 ട്രിപ്പില് ചെറിയ യാത്രകൾക്ക് നമ്മളൊരു 100 days എങ്കിലും ഇന്ത്യയിൽ ഇപ്പോ മൊത്തത്തിൽ കറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ സ്റ്റേറ്റുകൾ കുറച്ച് ബാക്കിയുള്ളത് ഒരു 4-5 സ്റ്റേറ്റ് ബാക്കിയുണ്ട്. അത് നമുക്ക് പിന്നത്തേക്ക് വെക്കാം എപ്പോഴെങ്കിലൊക്കെ. എല്ലാം കംപ്ലീറ്റ് ചെയ്ത. അതെ 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 അതെ. അപ്പോ അങ്ങനെ വീട്ടിൽ വേഗം എത്തണം, എന്നിട്ട് വേണം അവിടെ മീൻകറിയും ഒക്കെ കൂട്ടി ഒരു പിടിപിടിക്കാൻ. അത്രയാവും. ക്യാമറയുണ്ട്. വാണിയമ്പാറയാണ് തൃശ്ശൂർ ജില്ല. നമ്മുടെ സ്വന്തം ജില്ലയിലേക്ക് കടന്നു. അങ്ങനെ പൂരത്തിന്റെ സ്വന്തം നാടായ തൃശ്ശൂരിൽ നമ്മൾ പൂരത്തിന് മുമ്പ് പോയതാണല്ലോ.
അപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് കാലുകുത്തി, ടയർ കുത്തി. യെസ്, ഇനിയൊരു ഹാഫ് ആൻ അവർ അമ്മച്ചിയുടെ അടുത്ത് എത്തുന്നു. അമ്മച്ചി ചോറും മീൻകറിയും ബീഫും ഉണ്ടാക്കിയതാണ് റിപ്പോർട്ടുകൾ റിപ്പോർട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി. അതെ, എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇരിങ്ങാലക്കുടയ്ക്ക് പോകണം. ഓക്കെ, തുടങ്ങി. എത്രയൊക്കെ തുരങ്കത്തിലൂടെ പോയാലും നമ്മുടെ സ്വന്തം ജില്ലയിൽ ഒരു തുരങ്കമുണ്ടെന്ന് പറയുമ്പോൾ അത് കൊള്ളാം. അതെ, നമ്മുടെ കുതിര നമ്മുടെ സ്വന്തം തുരങ്കത്തിൽ കൂടെ പോകുമ്പോണ്ടല്ലോ എൻ്റെ സാറേ, നമ്മൾ ഇന്ത്യയിൽ എത്ര കിലോമീറ്റർ നീളമുള്ള തുരങ്കത്തിൽ കൂടെ പോയല്ലേ, ടണൽസി കൂടെ 9.5 കിലോമീറ്റർ ദൂരമുള്ള ടണലിൽ പോയി. പിന്നെ എത്ര ഓൾട്ടിറ്റ്യൂഡിലുള്ള ടണൽസ്, ചെറുതും വലുതും അതെ, ചെറുതാണ്. നീളമുള്ളതും അതെ, പല പല സ്ക്വയർ ടൈപ്പ്, റൗണ്ട് ടൈപ്പ്, ഓവൻ പോലുള്ളത്. പിന്നെ നല്ല കട്ടിങ് ഒക്കെ റൂഫിലുള്ള ടൈപ്പ്, അങ്ങനെ വിവിധ തരം ടണൽസിൽ കൂടെ പോയെങ്കിലും നമ്മുടെ സ്വന്തം കുതിര എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ഒരു നാടിൻ്റെ, നമ്മുടെ തൃശ്ശൂർക്ക് ഇറങ്ങണതിൻ്റെ ആ ഒരു ശരിക്കുള്ള ഫീൽ അങ്ങോട്ട് വരും. പിന്നെ അപ്പുറത്താണ് നമ്മുടെ മാമിന്റെ കുതിരേനെ പുറത്ത്. തൃശ്ശൂര് എന്നൊരു നാടുണ്ട്, ആ തൃശ്ശൂക്കാര് അങ്ങനെ വരികയാണ്. നിമിഷ കവി തങ്കോ വിശന്ന് തുടങ്ങിയാ? വിശപ്പ് സേവ് ചെയ്തേക്കാണ് അല്ലേ? ബീഫ് ബീഫ് ബീഫ്. നമ്മുടെ പുത്രൻ നമ്മളെ കാത്ത് നിൽക്കുകയാണ്, ഇങ്ങനെ സ്വീകരിക്കാനായിട്ട് വന്നത്. ഇത് 2 അയ്യോ ഓ ആ ഹാ ഹാ ഹാ, നമ്മുടെ സ്വന്തം ബീഫ് മീനവിടെ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ഓസിന് ബീഫ് കഴിഞ്ഞതിന് മുമ്പ് പല്ല് തേച്ച് വൃത്തിയാക്കണം അല്ലേ? നമ്മുടെ പുള്ളി ബീഫും തൃശ്ശൂർക്കാരുടെ പുള്ളി ബീഫും അങ്ങനെ ഫസ്റ്റ് വ്യൂ ഓഫ് ഹോം, ഫസ്റ്റ് വ്യൂ ഓഫ് സിയാച്ചിൻ ഗ്ലേഷ്യർ എന്നൊക്കെ പറഞ്ഞ പോലെ വീട്ടിലേക്കുള്ള വഴി പച്ചപ്പ് നിറഞ്ഞതും കുളിർമ നിറഞ്ഞതുമാണ് എല്ലായ്പ്പോഴും. അത് യാത്രകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്കുള്ള വഴിക്ക് കൂടുതൽ പച്ചപ്പുണ്ടാവും, ലിറ്ററലി ഫിഗറേറ്റീവ്ലി. നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പുല്ല് പിടിക്കും, കാരണം ഇത് നമ്മുടെ വീട്ടിലേക്ക് മാത്രമുള്ള വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുല്ല് ആളൊപ്പത്തിലില്ലെങ്കിലും ടയറിൻ്റെ ഒപ്പത്തിൽ വളർന്നിട്ടുണ്ട്. സോ ഹോം സ്വീറ്റ് ഹോം, വി മിസ്ഡ് യു എ ലോട്ട്. 11:54 വീട്ടിലെത്തി. അപ്പൊ അങ്ങനെ നമ്മൾ 33-ാം ദിവസം 13,000 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തി. നല്ലൊരു സന്തോഷം, ഭയങ്കര സന്തോഷം. നമ്മുടെ ഒരു സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്, കഴിഞ്ഞതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം നല്ലൊരു സമയമായിരുന്നല്ലോ, 1 മാസത്തിലധികം നമ്മളിങ്ങനെ യാത്രകൾ ചെയ്ത് സ്ഥലങ്ങൾ കണ്ട് ഒരുമിച്ച് 4 പേര് ഒരുമിച്ച് ഒരു ഫാമിലി ടൈം, ഗ്രേറ്റ് ഫാമിലി ടൈം ടുഗദർ. അങ്ങനെ ഒരു രസകരമായ ഒരു സമയമായിരുന്നു. കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി,
ആരോഗ്യ പ്രശ്നങ്ങൾ, കാലാവസ്ഥ പ്രശ്നങ്ങൾ, നാളെ ഡോക്ടറെ കാണണം, ചെസ്റ്റ് കൺജഷൻ ശരിയായിട്ടില്ല, 45 ഡിഗ്രി തൊട്ട് -15 വരെയൊക്കെയുള്ള നമ്മുടെ പ്രശ്നങ്ങൾ, ശ്വാസം പോല്, ബോധം പോലൊക്കെ ഉണ്ടായി. എനിക്കാണ് മെയിൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. വീക്ക്ലിങ്ങായി. ഇവരൊക്കെ സ്ട്രോങ് ആയിരുന്നു 3 ആളും. അപ്പോൾ എന്നാലും പ്രശ്നങ്ങളുടെയൊക്കെ ഇടയിൽ നമുക്ക് ഇന്ത്യ അങ്ങനെ കണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴൊരു സന്തോഷം. പിന്നെ മെയിൻ ഡ്രൈവർ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്ത് ക്ഷീണായ ഇന്നിപ്പോൾ ആ കാലത്ത് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് പിടിച്ച പിടിയാണ്. അത്രയും സമയം എടുത്തു. തൃശ്ശൂർ വന്ന് പിന്നെ ഭക്ഷണം കഴിച്ച് പിന്നെ അവിടെ നിന്ന് പോന്ന് അങ്ങനെ 12 മണിക്കൂറിൻ്റെ 1 മണിക്കൂറാണ് അതിൻ്റെ ഇടയിൽ പപ്പ പിടിച്ചത്. ഞാൻ പിന്നെ ചുമ ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഇരിക്കില്ലല്ലോ. അപ്പോൾ നീനുണ്ടായി മെയിൻ ഡ്രൈവർ മൊത്തത്തിൽ നല്ല റണ്ണിങ് ആയിരുന്നു അല്ലേ? കുറേ ഓടി. ഓരോ ദിവസവും നമ്മൾ നന്നായിട്ട് റണ്ണിങ് ഉണ്ടായി. 10 മണിക്കൂർ 12 മണിക്കൂർ റണ്ണിങ്ങും പിന്നെ സ്ഥലങ്ങൾ കാണലും കൂടി ആയപ്പോൾ ക്ഷീണം വരും ചില ദിവസം. പക്ഷെ അതൊന്നും കാണിച്ചില്ല. ആക്റ്റീവായിരുന്നു എല്ലാവരും. ദൈവം അനുഗ്രഹിച്ച് ഭാഗ്യം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്, തട്ടിക്കേടൊന്നും ഇല്ലാണ്ട്, ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മുടെ ക്രിസ്റ്റ നമ്മളെ ഇങ്ങനെ എത്തിച്ചു. അയ്യോ പൊടി. നാളെ ഇനി നമ്മൾ വണ്ടി സർവീസിന് കൊടുക്കണം. 1 ലക്ഷം തികഞ്ഞ് 1,02,000. അപ്പോൾ അതിൻ്റെ സർവീസ് കൊടുക്കണം, മൊത്തം ക്ലീൻ ചെയ്യണം, വീൽ അലൈൻമെന്റ് കാര്യങ്ങൾ, ഓയിൽ ചേഞ്ച് ഒക്കെ വേണ്ടേ എല്ലാം കാണും. പിന്നെ ടയർ 3 പ്രാവശ്യം പഞ്ചറായത്. ഒരേ ടയറല്ലേ, പുതിയ ടയറാണ്, 3 പ്രാവശ്യം പഞ്ചറായി. റൈറ്റിലത്തെ ബാക്കിലത്തെ ടയറാണ് എപ്പോഴും ഇരയായത്. എല്ലാ പഞ്ചറിനും 3 പ്രാവശ്യം പഞ്ചറും അതും തന്നെയായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം സന്തോഷമായി കഴിഞ്ഞു. ഈ യാത്രകാലം ഉടനീളം നിങ്ങൾ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തു. നിങ്ങളുടെ പ്രോത്സാഹനം, നിങ്ങളുടെ കമൻസ് ഒക്കെ ഭയങ്കര സന്തോഷം തോന്നി. സ്ഥലങ്ങൾ ഒപ്പം നടന്ന് കണ്ട പോലെ തോന്നി എന്നൊക്കെ ധാരാളം പേര് പറഞ്ഞു. നമുക്കിപ്പോൾ എന്തായാലും കയറാം. ലഗേജൊക്കെ നിങ്ങളുടെ ഇറക്കിയത് നടുവിലങ്ങോട്ട് വെക്കാം. പോയപ്പോൾ നല്ല സ്റ്റൈലിലൊക്കെ ഒതുക്കി വെച്ച ലഗേജ് ആയിരുന്നല്ലേ. ഇപ്പം ആകെ ഒരു കുറച്ച് ഡിസ്മാൻഡിൽഡ് ആയിട്ടുണ്ട്. എത്ര കാലമായില്ലേ നമ്മളിങ്ങനെ നടക്കണേ. ലഗേജ് ഇറക്കാന്നോ അല്ലെങ്കിൽ വീഴോ? ആഹാ, കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡേറ്റ് വൈസ് പാക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഡേറ്റ് എഴുതി ഒട്ടിച്ചിരുന്നു പെട്ടികളുമേ. അതാണ് നമ്മുടെ ലഗേജിൻ്റെ അവസ്ഥ. ഇല്ല, കുഴപ്പമില്ല, അത്ര ദിവസമായില്ലേ. ഇതൊക്കെ എങ്ങനെ വണ്ടിയിലുള്ളിരുന്നു. കുറേ മുഷ്ണ തുണികളൊക്കെ പാക്കറ്റുകളിലാക്കിയിട്ട് അങ്ങനെ അടിയിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ബാഗിലുള്ളത് മിക്കവാറും മുഷ്ണ തന്നെയാണ്. ഇനി 2 ദിവസം ഇത് മൊത്തം വാഷിങ്ങും. വീട് പിന്നെ ഇന്നലെ ഹെൽപ്പർ വന്ന് ക്ലീൻ ചെയ്ത് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട കാരണം രക്ഷപ്പെട്ടു. നമുക്ക് പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ നമ്പർ പ്ലേറ്റ് മാറ്റണം. ഇത് നമ്മുടെ സാധാ നമ്പർ പ്ലേറ്റ് ആണ്, മറ്റേ HSRP അല്ല. അപ്പോൾ അത് നമ്മുടെ മറ്റേ വണ്ടിക്ക് ഓൾറെഡി ഉണ്ട്. അതിനുണ്ട്. അപ്പോൾ ഈ സാധനം നമുക്ക് ഓർഡർ ചെയ്യണം ഇത് വയ്ക്കാൻ വേണ്ടി. അതെ, അത് വെരി മാൻഡേറ്ററി. അത് മാർച്ച് 30 തൊട്ട് അത് കേരളത്തിൽ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് എൻഫോഴ്സ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. എനിക്കത് ഇലക്ഷനൊക്കെ കാരണമായിരിക്കാം. പക്ഷെ ഇനി എന്തായാലും അത് പിടിക്കും. അപ്പോൾ നമുക്ക് ഇതും പറഞ്ഞിട്ടാണല്ലോ നമ്മൾ കുറച്ച് പേടിച്ചോടി നടന്നത്. മഹാരാഷ്ട്രയിലും പഞ്ചാബിലും നമ്മളെ പിടിക്കുകയും ജമ്മു കാശ്മീരിൽ ഒക്കെ ഫൈൻ അടിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് ചെയ്യണം. നാളെ മറ്റന്നാളായിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ അകത്ത് കയറ്റാം. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ നോക്കാം, ഉറങ്ങാൻ നോക്കാം. യെസ്, ഹോം സ്വീറ്റ് ഹോം. സോ നമ്മുടെ യാത്ര കഴിയാണ്. തൽക്കാലം യാത്രകൾ കഴിയുന്നില്ല, പക്ഷേ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതെ, എക്സ്പ്ലോറിംഗ് ഇന്ത്യ പാർട്ട് 2, 33-day ട്രിപ്പ് ത്രൂ 10 states 4 UTs, 13,000 കിലോമീറ്റർ. പിന്നെ ഒരു നെയ്ബറിങ് കൺട്രി നേപ്പാൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ നമ്മുടെ എക്സ്പെൻസസും കാര്യങ്ങളും ഡീറ്റെയിൽസും യാത്രയുടെ മറ്റ് ട്രിപ്പ് പ്ലാനിങ്ങിനും യാത്ര പോകുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ സഹായമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ യാത്ര ചെയ്യാനായിട്ട് അങ്ങനെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അതുമായിട്ട് പിന്നെയും കാണാം. സോ താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റേയിങ് വിത്ത് us.
Good night. Signing off for the last time. Yeah, signing off. Signing off. Good night from Good night. FTT Good night. Family Travel Travel Trails. Trails.